Hi students, continuing with the last video. നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ് 8th പോയിന്റിലേക്ക് വരികയാണ്. സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ സെയിൽസ് മിക്സ്. പല സെയിൽസ് മിക്സിലും ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള സെയിൽസ് മിക്സ്, ദാറ്റ് ഈസ് അപ്പോൾ നമ്മൾ കോൺട്രിബ്യൂഷൻ വെച്ചിട്ട് നമുക്ക് സ്യൂട്ടബിൾ സെയിൽസ് മിക്സ് നമുക്ക് ദാറ്റ് പ്രൊവൈഡ്സ് മാക്സിമം പ്രോഫിറ്റ് ആയിരിക്കുമല്ലോ. ഏത് മിക്സ് ആണോ സെയിൽസ് മിക്സ് ആണോ മാക്സിമം പ്രോഫിറ്റ് നിങ്ങൾക്ക് തരുന്നത്, അതാണ് നമ്മൾ എന്താ പറയുക കൺസിഡർ ചെയ്യേണ്ടത്. സോ ദ ബെസ്റ്റ് ഓർ ഓപ്റ്റിമം പ്രൊഡക്റ്റ് mix is one which yields maximum contribution margin. ഇത് തരുന്നതാണ് നമുക്ക് എന്താ പറയുക ബെസ്റ്റ് സ്യൂട്ടബിൾ മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സാഹചര്യത്തിലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കോൺട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ കാണേണ്ടി വരും. ഓക്കെ, now this is the directors of Cochin Trading Companies are considering the sales budget for the next budget period. The following information has been available for cost records from cost records. Product A and product B and direct material 20-25, direct wages 2 per hour ആണ്, 5 hours for A and 7.5 hours for B. Selling price 60 ആണ് and ഇതിന് 100 ആണ്. Variable overhead is 100% of direct wages. Direct wages എത്രയാണോ അത്ര തന്നെ വേരിയബിൾ കോസ്റ്റ് ഉണ്ട്. ഫിക്സഡ് കോസ്റ്റ് നമുക്ക് ₹10,000 തന്നിട്ടുണ്ട്. You are required to present the management a statement showing the marginal cost of each product and to recommend which of the following sales mix should be adopted. പല പല സെയിൽസ് മിക്സും തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ഏറ്റവും പ്രോഫിറ്റബിൾ അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. 450 units of A and 300 units of B, 900 units of A only, 600 units of B only, and 600 units of A and 200 units of B. അപ്പോൾ അതിൽ ഏതാണ് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോണേ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നോർമലി നമുക്ക് പ്രൊഡക്റ്റ് എൻ്റെയും ബിൻ്റെയും കോൺട്രിബ്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. സെല്ലിംഗ് പ്രൈസ് 60 ആണ്, 100 ആണ് ഇവിടെ തന്നിട്ടുണ്ട്. വേരിയബിൾ കോസ്റ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ നമ്മുടെ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് 20, ഇതിന് 25 ആണ്. ഡയറക്റ്റ് വേജസ് എന്ന് പറയുന്നത് 2 per hour ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് എക്ക് 5 hours ആണ്, അപ്പോൾ 2 into 5. പ്രൊഡക്റ്റ് ബിക്ക് 7.5 hours ആണ്, പ്രോബ്ലത്തിൽ തന്നല്ലോ 7.5 hours ആണ്. അപ്പോൾ 2 into 7.5 15 കിട്ടി. വേരിയബിൾ ഓവർ ഹെഡ് നമുക്ക് പറഞ്ഞു 100% ഓഫ് വേജസ്, അപ്പോൾ സെയിം തന്നെ നമ്മൾ എടുക്കാം, രണ്ടും സെയിം തന്നെ എടുക്കാം. കോൺട്രിബ്യൂഷൻ കിട്ടി 20, ഇവിടെ കോൺട്രിബ്യൂഷൻ 45. ഓക്കെ, ഇവിടെ കോൺട്രിബ്യൂഷൻ 45. ഐ ഹോപ്പ് ക്ലിയർ. ഇനി ഫസ്റ്റ് സെയിൽസ് മിക്സ് എടുത്തു. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമുക്ക് കിട്ടിയല്ലോ രണ്ടിൻ്റെയും. അപ്പോൾ ഇനി സെയിൽസ് മിക്സ് നമ്മൾ എടുക്കുമ്പോൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്, അപ്പോൾ എത്ര യൂണിറ്റ്സ് ആണോ ഇൻറ്റു കോൺട്രിബ്യൂഷൻ അത്ര എടുത്താൽ മതി. ആദ്യത്തെ 450 യൂണിറ്റ്സ് ഓഫ് എയും 300 യൂണിറ്റ്സ് ഓഫ് ബിയും ആണ്. അപ്പോൾ 450 into 20, 300 into 45 ചെയ്തു. കണ്ടോ, 9,000, 13,500 ടോട്ടൽ നമുക്ക് ഇത്ര കിട്ടി. ഫിക്സഡ് കോസ്റ്റ് കവർ ചെയ്യണം 10,000 ആൻഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 12,500 കിട്ടി. രണ്ടാമത്തേൽ 900 യൂണിറ്റ്സും എ മാത്രമേ ഉള്ളൂ. അപ്പോൾ 900 into 20 എൻ്റെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. 18,000 ഫിക്സഡ് കോസ്റ്റ് മാത്രം കവർ ചെയ്യുക, അപ്പോൾ 8,000 പ്രോഫിറ്റ് കിട്ടി. ഈസിയാണ്, വളരെ ഈസിയാണ്. ഇനി മൂന്നാമത്തെ സെയിൽസ് മിക്സ് എന്ന് പറഞ്ഞാൽ 600 യൂണിറ്റ്സ് ഓഫ് ബി ഓൺലി. അപ്പോൾ 600 into 45, നമ്മുടെ ബിൻ്റെ കോൺട്രിബ്യൂഷൻ 45 ആണ്. അപ്പോൾ 27,000. ഫിക്സഡ് എക്സ്പെൻസസ് 10,000, 17,000. ലാസ്റ്റ് സെയിൽസ് മിക്സ് 600 യൂണിറ്റ്സ് ഓഫ് എയും 200 യൂണിറ്റ്സ് ഓഫ് ബിയും. അപ്പോൾ രണ്ടിൻ്റെയും 600 into 20, 200 into 45, 12,000, 9,000. ഫിക്സഡ് എക്സ്പെൻസസ് 10,000, അപ്പോൾ 11,000. അപ്പോൾ നോക്കി നോക്കൂ ഏതാണ് പ്രോഫിറ്റബിൾ. ആദ്യത്തെ സെയിൽസ് മിക്സിന് 12,500, രണ്ടാമത്തേന് 8,000, മൂന്നാമത്തേന് 17,000, അത് നാലാമത്തേന് 11,000 ഉള്ളൂ. അപ്പോൾ തേർഡ് നമ്മളുടെ 600 യൂണിറ്റ്സ് ഓഫ് ബി ഓൺലി, അതാണ് കുറേ കൂടി പ്രോഫിറ്റബിൾ ആയിട്ട് കാണുന്നത്. അപ്പോൾ ദസ് സെയിൽസ് മിക്സ് സി 600 യൂണിറ്റ്സ് ഓഫ് ബി ഇസ് റെക്കമെൻഡഡ് ബിക്കോസ് ഇറ്റ് ഈൽസ് മാക്സിമം പ്രോഫിറ്റ്. അങ്ങനെ നമുക്ക് സെയിൽസ് മിക്സ് കുറേ തരം നമുക്ക് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ സെയിൽസ് മിക്സ് അങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റ് വൺ, പ്രോബ്ലം ഓഫ് കീ ഫാക്ടർ.
കീ ഫാക്ടർ എന്താ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കാം. സംടൈംസ് എന്തുണ്ടാവും വെച്ചാൽ കമ്പനിക്ക് രണ്ട് ഡിഫറെൻറ്റ് സാഹചര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഒന്നുമില്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്ത എല്ലാ പ്രൊഡക്ട്സും തന്നെ എപ്പോഴും എല്ലാം തന്നെ സെല് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ഓക്കെ, ഇനി അല്ലെങ്കിൽ എന്തുണ്ടാവാന്ന് വെച്ചാൽ മുഴുവനും സെയിൽസ് കപ്പാസിറ്റി ഇത്ര ഉണ്ടെങ്കിൽ പോലും അത്ര തന്നെ മാനുഫാക്ചറിങ് ചെയ്യാൻ പറ്റില്ല. പല പ്രശ്നങ്ങളെ കൊണ്ട്. ചിലപ്പോൾ ലേബറിൻ്റെ ഷോർട്ടേജ് ഉണ്ടാവും, ചിലപ്പോൾ എന്താ പറയുക, എന്തെങ്കിലും ഫൈനാൻസ് കിട്ടിയിട്ടുണ്ടാവില്ല, വേണ്ട പോലെ ലോണ് പാസ്സായിട്ടുണ്ടാവില്ല, സോഴ്സ് ഓഫ് ഫിനാൻസ് കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള മീൻസ് ഷോർട്ടേജ് ഓഫ് ഫണ്ട്, അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോൾ സെയിൽസ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഇവിടെ പ്രൊഡക്ഷൻ നടത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. സോ ആ ഹിൻഡ്രൻസസ് എന്തൊക്കെ കാരണങ്ങളെ കൊണ്ടാണോ സെയിൽസ് ബ്ലോക്കായേ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ബ്ലോക്കായേ, അല്ലെങ്കിൽ പ്രോഫിറ്റിനെ ബാധിച്ചത്, ആ ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്. അതാണ് ലിമിറ്റ് ചെയ്യുന്നത്. നമ്മുടെ സെയിൽസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ്, അതിനാണ് ലിമിറ്റ് ചെയ്യുന്നത്. ആ ഫാക്ടേഴ്സിനെ വിളിക്കുന്നതാണ് നമ്മൾ കീ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സി sometimes the firm may not be able to sell all the products manufactured. In some cases, ഞാൻ നേരത്തെ ഫസ്റ്റ് സാഹചര്യം പറഞ്ഞത്, it may not be able to produce to the extent of sale potential because raw materials in the shortage, skilled labor, finance in the പ്രശ്നങ്ങൾ. These factors which put a limit on production, sale and profit of the firm is known as എന്താണ്? കീ ഫാക്ടേഴ്സ്. ഓക്കെ, കീ ഫാക്ടേഴ്സ് എന്നാണ് നമ്മളതിനെ വിളിക്കുക. ആ കീ ഫാക്ടേഴ്സിൽ ഇതൊക്കെ വരും. റോ മെറ്റീരിയൽ സപ്ലൈ വേണ്ട പോലെ ഉണ്ടായില്ല, ടൈമിൻ്റെ പ്രശ്നം, ലേബറിൻ്റെ പ്രശ്നം, ക്യാപിറ്റൽ അതായത് ഫണ്ടിൻ്റെ പ്രശ്നം, അങ്ങനെ പല ഫാക്ടേഴ്സും. അതിനെ ക്രിട്ടിക്കൽ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്, ക്രിട്ടിക്കൽ ഫാക്ടേഴ്സ്, പ്രിൻസിപ്പൽ ഫാക്ടേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെയുള്ള സാഹചര്യം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ, ഏതൊക്കെ കാര്യങ്ങളാണ്? നമ്മളുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സെയിൽസ് അല്ലെങ്കിൽ പ്രോഫിറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങളെ നമ്മൾ കീ ഫാക്ടേഴ്സ് എന്ന് വിളിക്കും. ആ കീ ഫാക്ടേഴ്സിൻ്റെ സമയത്ത് അങ്ങനെ ഒരു ഷോർട്ടേജ് ഓഫ് ലേബർ അല്ലെങ്കിൽ ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽ, അങ്ങനെ എന്തെങ്കിലും ടൈമിൻ്റെ പ്രശ്നം, അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡെസിഷൻ മേക്കിംഗ് എടുക്കേണ്ടത്? അപ്പോൾ നിങ്ങൾ മാർജിനൽ കോസ്റ്റിൻ്റെ ആപ്ലിക്കേഷൻ, അതായത് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം നമുക്ക് ആ ഡെസിഷൻ എടുക്കാൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആദ്യം നമ്മൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാണണം. ഓക്കെ, ഡിവൈഡഡ് ബൈ കീ ഫാക്ടർ പെർ യൂണിറ്റ് കാണണം. ഓക്കെ, ഈ ഒരു ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ കീ ഫാക്ടർ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ കാണുന്നത്? ദിസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ബൈ ദി കീ ഫാക്ടർ പെർ യൂണിറ്റ്. ഓക്കെ, അപ്പം നമ്മൾ കാണുന്നത് എന്താ പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്, ഇത് എക്സാമ്പിളാണ്, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് കീ ഫാക്ടർ. അതാണ് കാണുന്നത്. നമ്മൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് കീ ഫാക്ടർ കണ്ടാൽ നമുക്ക് ഇതിന് വേണ്ട പോലെ ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എക്സാമ്പിളിൽ തന്നിട്ടുണ്ട്, ഒരു ലേബറാണ് ഷോർട്ട് സപ്ലൈ എന്ന് വിചാരിക്കും ഈ സാഹചര്യത്തിൽ. അപ്പോൾ നമ്മൾ എന്ത് കാണണം? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ബൈ ലേബർ അവേഴ്സ് പെർ യൂണിറ്റ്. കീ ഫാക്ടർ ലേബർ അല്ലേ, അപ്പോൾ കീ ഫാക്ടർ ലേബർ ആയതുകൊണ്ട് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ബൈ ദ ലേബർ അവേഴ്സ് പെർ യൂണിറ്റ് നമ്മൾ കാണും. സോ ലെറ്റ് us see the example. From the following data, which product would you recommend to be manufactured if factory time being the key factor? അവിടെ key factor എന്താണ്? factory time ആണ് ഉള്ളത്. സോ പ്രൊഡക്റ്റ് എക്സും പ്രൊഡക്റ്റ് വൈയും ഉണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ 48/28, ഡയറക്റ്റ് ലേബർ 2 per hour 4ഉം 6ഉം ഉണ്ട്. വേരിയബിൾ ഓവർ ഹെഡ് 4 per hour 8ഉം ഉണ്ട്. 8 rupees ആണ് പ്രൊഡക്റ്റ് എക്സിന്, പ്രൊഡക്റ്റ് വൈന് 12 ആണ്. സെല്ലിംഗ് പ്രൈസ് 200, 220. സ്റ്റാൻഡേർഡ് ടൈം ടു പ്രൊഡ്യൂസ്, അത് കീ ഫാക്ടർ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ടൈം ടു പ്രൊഡ്യൂസ് 2 hours 3 hours തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് അല്ലേ കാണണ്ടേ, നമ്മളത് കാണാം. സെയിൽസ് 200ഉം 220ഉം ഇവിടെ തന്നിട്ടുണ്ടല്ലോ. ഡയറക്റ്റ് മെറ്റീരിയൽ 48, 4, 8, 28,
6 12 ടോട്ടൽ എടുത്തു. നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമ്മൾ 140യും 174ഉം നോക്കാം. പി വി റേഷ്യോ കണ്ടിട്ട് നമ്മൾ ഫിക്സ് ചെയ്യാം. പി വി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽസിൻ്റെ എത്ര ഭാഗമാണ് കോൺട്രിബ്യൂഷൻ വരുന്നത് നമ്മൾ നോക്കുകയാണ്. ഇതിൽ 75 C/S അല്ലേ, 140 ഡിവൈഡഡ് ബൈ 200 ഇൻറ്റു 100, അതാണ് 70%. ഇവിടെ നമുക്ക് 174 ഡിവൈഡഡ് ബൈ 220 ഇൻറ്റു 100 79% കിട്ടി. അപ്പോൾ ഇത് നോക്കുമ്പോൾ നോക്ക് ഏതാണ് ബെസ്റ്റ്, മോർ പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് തോന്നുന്നത് 79% ആണ്. കൂടുതൽ കോൺട്രിബ്യൂഷൻ ഉള്ളത് കൂടുതൽ നല്ലതാണ്. അപ്പോൾ പ്രൊഡക്റ്റ് വൈ ആണ് നല്ലത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ ടൈം ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് നമ്മൾ എടുത്തിട്ടില്ല. ഇനി ടൈം ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? ഈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ കീ ഫാക്ടർ പെർ യൂണിറ്റ് നമ്മൾ ചെയ്യണം. നോക്കി നോക്കാം നമ്മൾ എങ്ങനെയാണ് കീ ഫാക്ടർ നമുക്ക് മനസ്സിലാവുക. ഇവിടുത്തെ കീ ഫാക്ടർ എന്താണ്? ടൈമാണ്. ടൈം സ്റ്റാൻഡേർഡ് ടൈം ഇവിടെ തന്നിട്ടുണ്ട്. എക്സിൻ്റെ 2ഉം വൈൻ്റെ 3യും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നോക്കി നോക്കൂ. എക്സിൻ്റെ 150 ഡിവൈഡഡ് ബൈ 2 അല്ലേ ടൈം ഫാക്ടർ, 2 70 പെർ അവറും വൈൻ്റെ 174 ഡിവൈഡഡ് ബൈ 3 58 പെർ അവറും. നോക്കി നോക്കൂ, ഇവിടെ സ്റ്റാൻഡേർഡ് ടൈം 2ഉം 3യും, ടൈമാണ് ലിമിറ്റിംഗ് ഫാക്ടർ. അപ്പോൾ നമ്മൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ കീ ഫാക്ടർ പെർ യൂണിറ്റ് 2, നമുക്ക് എക്സിന് 70യും വൈന് 58ഉം നമുക്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം ലിമിറ്റിംഗ് ഫാക്ടർ ആവുമ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താ മനസ്സിലാവണേ? ഏതാണ് പ്രൊഡക്റ്റ് നല്ലത്, ഏതാണ് നല്ലത്? നമുക്കറിയാം ₹70 പെർ അവർ കിട്ടുന്നതാണ് നല്ലത്. അപ്പോൾ ടൈം ലിമിറ്റിംഗ് ഫാക്ടർ ആവുന്ന സാഹചര്യത്തിൽ നമുക്ക് എക്സ് ഇസ് മോർ പ്രോഫിറ്റബിൾ ദാൻ പ്രൊഡക്റ്റ് വൈ, പ്രൊഡക്റ്റ് എക്സ് ഇസ് മോർ പ്രോഫിറ്റബിൾ ദാൻ പ്രൊഡക്റ്റ് വൈ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.